ചെയ്യുന്നു. അപ്പോ എന്റെ ഓക്കെ. സോ എന്റെ ഡ്രീം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാല് 10th വെച്ചിട്ടാണ്. സോ ആ ടൈമില് എനിക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരുന്നു ദാറ്റ് മൈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആർ ഗുഡ് ആൻഡ് ഐ വാണ്ടഡ് ടു ഇംപ്രൂവ് ദാറ്റ്. അപ്പോൾ എനിക്ക് മാനേജീരിയൽ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യണമായിരുന്നു. പിന്നെ ഒരു ഓൺടർപ്രണർഷിപ്പ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് അത് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. അതൊക്കെയായിരുന്നു എന്റെ മൈൻഡിൽ. അപ്പൊ ഞാൻ ഓപ്ഷൻസ് നോക്കിയപ്പം എനിക്ക് MBA ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. പിന്നെ ആ സമയത്ത് നമ്മൾ അത്ര ഭയങ്കര റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 10th ആയിട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ നോക്കി ഏത് കോളേജിൽ പഠിച്ചാലാണ് മാക്സിമം ROI കിട്ടുക, ഏത് കോളേജിൽ പഠിച്ചാലാണ് മാക്സിമം നമുക്കൊരു ആ ഒരു ബ്രാൻഡ് വാല്യൂ കിട്ടുക. അപ്പോൾ ദ ഫസ്റ്റ് ഓപ്ഷൻ വാസ് IIM. അതിലുണ്ടായിരുന്ന മിക്ക കോളേജസും അതെല്ലാം IIMs ആയിരുന്നു. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ആൻ IIM. പിന്നെ ഞാൻ ആലോചിച്ചു ഹൗ ടു ഗെറ്റ് ഇൻ ദയർ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഓരോ റിസർച്ച് ചെയ്ത് പതുക്കെ വന്നപ്പം കാറ്റ് എഴുതണം എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ 12th കഴിഞ്ഞിട്ട് BCom ജോയിൻ ചെയ്തു വിമല കോളേജിൽ. ഇറ്റ് വാസ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഞാൻ അത്രയും നാള് അമൃതയിലാണ് പഠിച്ചിരുന്നത്. വിമല കോളേജ് വാസ് എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഗേൾസ് കോളേജ് ആണ്. അപ്പം നമുക്ക് ഞാൻ മുൻപ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു തരം എൻവയോൺമെന്റും എല്ലാവരും പിന്നെ എന്താ പറയാ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. സ്കൂളിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരുപാട് ഞാൻ നന്നാക്കി എടുത്തെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. വരുന്നതിന് മുമ്പും ഫ്രം ചൈൽഡ്ഹുഡ് ഐ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ലീഡർഷിപ്പ് ആൻഡ് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ് ഇൻ തിങ്സ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ദ തിങ് ഈസ് എനിക്ക് അതിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഐ വാസ് വെരി അവെയർ ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ആൻ IIM. സോ ആ ഒരു മെറ്റീരിയൽ ആവാൻ വേണ്ടി ഐ ന്യൂ ദാറ്റ് ഐ വാണ്ടഡ് ടു ഡെവലപ്പ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ അതിലൊരു കാര്യമായിരുന്നു ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് ഐ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്. അപ്പൊ അത് ഞാൻ കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും പലതരത്തിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുന്ന് വിമല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, കുറെ പേര് കോമ്പറ്റീഷൻസിന് പോകും, അടുത്തുള്ള കോളേജ് ആണെങ്കിലും അല്ലെങ്കിലും. ഇറ്റ് ഈസ് എ വെരി ഹ്യൂജ് പാർട്ട്, ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് പാർട്ട് ഇൻ ഡൂയിങ് ദിസ്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ വി ആർ ഇൻ എ വെരി ഡിഫറെന്റ് എൻവയോൺമെന്റ്, നമുക്ക് അറിയാത്ത ആൾക്കാരുടെ കൂടെയാണ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, ടീം വർക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു ഫസ്റ്റ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയാ പ്രൈസ് കിട്ടത്തില്ല, ചിലപ്പോൾ നമ്മൾ ചെയ്തത് നന്നായി ഉണ്ടാവില്ല. ബട്ട് നമ്മൾ പതുക്കെ പതുക്കെ വി ക്യാൻ സീ അവർ സെൽഫ് ഇംപ്രൂവിങ്. അതായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ കുറെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു വിമല കോളേജിൽ. നമുക്കിപ്പോൾ കോംഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. നമ്മൾ സ്റ്റോൾ ഇട്ടിട്ട് സാധനങ്ങൾ വിൽക്കുക. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് സെയിൽസ് അതിലോട്ടൊക്കെ പോകുന്നു. പിന്നെ നമ്മൾക്ക് ഐ തിങ്ക് ഇറ്റ് ഇസ് ഫൈനാൻസ്, മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി ഫൈനാൻസ് സ്റ്റുഡൻസ്. ഇപ്പൊ ഇവൻ ഇഫ് യു ഫൈനാൻസ് ഇസ് നോട്ട് യുവർ ഫോർട്ടെ, ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് നോട്ട് മൈ ഫോർട്ടെ. സോ ഇഫ് ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു എ ലോട്ട് ഓഫ് തിങ്സ്. അവിടെ ചെല്ലുമ്പോൾ ഇറ്റ് ഈസ് ഹൗ വി യൂട്ടിലൈസ് അവർ ടൈം. ഇപ്പൊ നമ്മളൊരു ഒരു എന്താ പറയാ ഇതൊന്നും വേണ്ട എന്നുള്ളതിൽ പോവുകയാണെങ്കിൽ ഓൾ വി ഹാവ് ടു ഡു ഇസ് സ്റ്റഡി ദ ഡേ ബിഫോർ എക്സാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ദ ഹോൾ ഇയർ വി ആർ ഫ്രീ, ഹോൾ 3 years വി ആർ ഫ്രീ. വി ഡോണ്ട് റിയലി ഹാവ് ടു ഡു എനിത്തിങ്. വി ആർ ജസ്റ്റ് വി ജസ്റ്റ് ഹാവ് ടു ഗോ ടു ക്ലാസ്, ഗെറ്റ് ദി അറ്റൻഡൻസ്, ഗോ ഹോം ആൻഡ് ഡു നത്തിങ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റഡി സിസ്റ്റം വെച്ച് പറയുകയാണെങ്കിൽ വിമലയിലൊക്കെ എന്താണ്, നമ്മൾ യൂഷ്വലി എക്സാമിന് തലേദിവസമാണ് പഠിക്കുക. നമുക്ക് മിക്കതും കാണാപ്പാഠം പഠിക്കുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പാണ്. ആൻഡ് വി ഹാവ് എ പെർട്ടിക്കുലർ പാറ്റേൺ. അപ്പൊ നമുക്കറിയാം ഇങ്ങനത്തെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ജസ്റ്റ് നമ്മൾ വായിച്ചിട്ട് എക്സാമിന് പോവാ, അത്രേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉപയോഗിക്കാൻ എങ്ങനെയാന്ന് വെച്ചാല് ആ ഉള്ള ടൈമില് നിങ്ങൾ കൂടുതൽ സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസിൽ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എന്താ ഇൻട്രാ കോളേജ് ആക്ടിവിറ്റി ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരുപാട് പരിപാടി നടക്കുന്നതാണ്. അപ്പം നമുക്ക് ആ കോമ്പറ്റീഷനിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു എന്താ പറയാ മടി അങ്ങ് മാറും. ആ സ്റ്റേജിൽ കയറാനുള്ള മടി, ആൾക്കാരോട് സംസാരിക്കാനുള്ള മടി, അതൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ടു വിമല കോളേജ് ഫോർ ദാറ്റ്. പിന്നെ ഐ ടെൽ യു ഹൗ ഐ ഗോട്ട് ഇൻ ടു ടൈം. ഞാൻ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്. അപ്പോ ഞാൻ ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ ഐ ഹാഡ് ദിസ് ഇൻ മൈൻഡ്, ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു എൻ IIM. സോ ഐ വാണ്ടഡ് ടു ഗെറ്റ് എ കാറ്റ് കോച്ചിങ്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോടായിട്ട് ഡിസ്കസ് ചെയ്തു, ഫാമിലിയിൽ എല്ലാവരോട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് പേരോടൊക്കെ റെക്കമെൻഡേഷൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മൾ എവിടെ ചേരണം എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ ടൈമിനെ കുറിച്ച് അറിഞ്ഞത്.
എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യല്ല, ഫസ്റ്റ് ഇയറിൽ ഞാൻ ആക്ച്വലി പോയിണ്ടായിരുന്നു ഡിജു സാറിനെ കാണാൻ. ഞാൻ ഡിജു സാറിനോട് ചോദിച്ചു ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഡിജു സാർ നല്ലതായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആൻഡ് he talked to me in such a way that I was confident in myself that I would get this. അപ്പോ I really wanted to join. പിന്നെ came back in my second year and I joined for catch coaching. It was a Sunday batch coaching. എന്നിട്ട് at the starting I was not sure what I wanted, if I wanted this is the way I wanted to study or not. ബേസിക്കലി നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു എന്താ പറയാ ഒരു കാര്യം ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ റിസോഴ്സ് ഒക്കെ ഗ്യാദർ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി എന്താ പറയാ നമുക്ക് കുറെ അധികം ടൈമും എനർജിയും എടുക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കമ്പൈൻ ആയിട്ട് കിട്ടാണ്. നല്ല ലെക്ചേഴ്സ് നമുക്ക് തപ്പി പിടിച്ച് കിട്ടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്ലാസ്സസ്. ആൻഡ് നമുക്ക് നല്ല റിസോഴ്സസും കിട്ടും. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ എന്താ പറയാ ടോപ്പ് നോച്ച് റിസോഴ്സസ് ആണ്. ഞാൻ ടൈമിന്റെ ഔട്ട്സൈഡ് ആയിട്ട് വേറെ റിസോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ തന്നെ ബുക്കും മോക്ക് ടെസ്റ്റും തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോ സോ യു ഡോണ്ട് ഹാവ് ടു വറി ഓർ ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഓർ എനർജി ഔട്ട്സൈഡ് ഓഫ് ദിസ്. അപ്പോൾ സൺഡേ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് പോവാം. ആ ടൈമിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒത്തിരി ടൈം കിട്ടും. ബിക്കോസ് നമുക്ക് ക്ലാസ് 3 o'clock വരെയുള്ളൂ. അത് കഴിഞ്ഞ് വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് സൺഡേ ഒരു ഡേ നമ്മൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ടൈമിൽ ജോയിൻ ചെയ്തു, ക്ലാസ്സസ് സ്റ്റാർട്ടായി. സോറി. പിന്നെ നമ്മള് VRC ആണ് എന്റെ ഫസ്റ്റ് ക്ലാസ്. ഐ തിങ്ക് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ക്ലാസ്. യാ. സോ ഐ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ VRC തുടങ്ങിയത് തന്നെ ഇറ്റ് വാസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. അപ്പൊ തന്നെ ഐ വാസ് ഹുക്ഡ്. ഐ വാസ് ലൈക്ക് ഐ വാണ്ടഡ് ടു സ്റ്റഡി ദിസ്. ആൻഡ് പിന്നെ നമുക്ക് 3 പാർട്ട് ഉണ്ടല്ലോ കാറ്റ് എക്സാമില്. ഇപ്പം ഇവൻ ഇഫ് വൺ ഇസ് നോട്ട് യുവർ സ്ട്രെങ്ത്, വേറെ എന്തിലെങ്കിലും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ഇപ്പം മാത്സ് ക്വാണ്ട് അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ DLR വുഡ് ബി ഈസിയർ, മേ ബി VRC വുഡ് ബി ഈസിയർ. നമുക്ക് ആദ്യം കാണുമ്പോൾ വി വുഡ് ബി വെരി ഇന്റിമിഡേറ്റഡ് ദാറ്റ് ഐ ഡോണ്ട് നോ എനി ഓഫ് ദിസ്. ബട്ട് നമ്മളൊന്ന് ആക്ച്വലി ഒന്ന് ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളിതിൽ മിക്ക കാര്യങ്ങളും ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് എ ലോട്ട് ഓഫ് ഇറ്റ് ഈസ് ജസ്റ്റ് കോമൺ ലോജിക്. നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നതും. അല്ലാണ്ട് ഒരു എക്സ്ട്രാ എന്താ പറയാ എക്സ്ട്രാ ബുദ്ധിയൊന്നും വേണ്ട ഇത് പഠിക്കാൻ. ജസ്റ്റ് യു ഹാവ് ടു ഹാവ് ദ കോമൺ ലോജിക്. പിന്നെ അത് ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്, അതാണ് ഇവിടെ ബേസിക് പ്രിപ്പറേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഫാക്കൾട്ടി ഔട്ട്സൈഡ് ഓഫ് ദ മെറ്റീരിയൽ നമുക്ക് കുറെ റിസോഴ്സസ് റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ഈവൻ മൂവീസ് ആണെങ്കിലും നമ്മളോട് പറയും ഈ മൂവി കാണും ആ മൂവി കാണും, നമുക്ക് ഇങ്ങനത്തെ ഇൻസൈറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ ഫാക്കൽറ്റീസ് ആൻഡ് ഐ ഹാഡ് എ വെരി ഗുഡ് ബോണ്ട് വിത്ത് ലോട്ട് ഓഫ് ദം. പിന്നെ പിന്നെ ഐ ലൈക്ക് ടു ടോക്ക് അബൌട്ട് നമ്മുടെ Basically, ഇത് കഴിഞ്ഞിട്ടുണ്ട്. how were you able to balance the college academics and coaching for CAT? Were you actually able to do that? Because many of the students are worried whether that both of them can go together. ഓക്കെ, ആസ് ഐ സെഡ് നമ്മുടെ ഷെഡ്യൂൾ ഇസ് നോട്ട് അറ്റ് ഓൾ ഹെക്ടിക്. നമുക്ക് if you feel it is hectic, it's only during exam season and it is because you have not at all prepared before. അതിപ്പോ ഞാനും അല്ലെന്ന് പറയുന്നില്ല, ഞാനും എക്സാമിന് തലേദിവസം തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനു മുമ്പ് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഉണ്ട്. സോ ഒരു ഇയർ എന്നൊക്കെ പറഞ്ഞാൽ മോർ ദാൻ എനഫ് ടൈമാണ് കാറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവൻ ഇഫ് യു ആർ ടേക്കിംഗ് ഇൻ അക്കൗണ്ട് നമുക്ക് പുറത്തു പോകാനുള്ള സമയമാണെങ്കിൽ എന്താണെങ്കിലും 1 year എന്ന് പറഞ്ഞാൽ മോർ ദാൻ എനഫ് ആണ്. പിന്നെ ഇപ്പം ഞാൻ സെക്കൻഡ് ഇയറിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പോ തേർഡ് ഇയറിലായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി ക്ലാസ്സിന് പോയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. അത് നമ്മളിപ്പോ കാറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഇപ്പം നമ്മൾ എക്സ്ട്രാ റിസോഴ്സ് റെഫർ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഇൻസൈറ്റ്സ്, ആ ഒരു ലാംഗ്വേജ്, അതൊക്കെ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ കാറ്റ് കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂവിന് പോകും. നമ്മളിപ്പം കട്ട് ഓഫ് ഒക്കെ ഇതായിട്ട് കുറച്ച് ഷോർട്ട് ലിസ്റ്റ് വരും നമുക്ക്. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മള് മേ ബി ഇറ്റ് ഫീൽസ് ലൈക്ക് റാൻഡം, ഇറ്റ് ഫീൽസ് സോ റാൻഡം ദാറ്റ് വൈ ഷുഡ് ഐ ലേൺ ദിസ്, വൈ ഷുഡ് ഐ ലേൺ ദാറ്റ്. ബട്ട് ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോ പിന്നെ സാർ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആസ് ഐ സെഡ് നോട്ട് ദാറ്റ് ഹെക്ടിക്. If you really want, even if you you know slack a little bit, it doesn't matter, you can easily crack it. That's my opinion.
I think students would want to know more about your life at IIM. How is, first of all, tell them where is Kashipur. എനിക്ക് തോന്നുന്നു പലർക്കും കാശിപൂർ എവിടെയാണെന്ന് അറിയത്തില്ല. So if you can ഓക്കെ. tell them where is Kashipur. Have you been to ജിം കോർബറ്റിൽ പോകാൻ പറ്റിയോ? ജിം കോർബറ്റിൽ എങ്ങാനും പോയിരുന്നോ? ഇവിടെ കുറച്ചൊക്കെ കറങ്ങാൻ പോയി. ജിം കോർബറ്റ് പോകാൻ പറ്റിയിട്ടില്ല. Okay, so you can tell them where is Kashipur, how does a typical life look like at Kashipur, എന്തായിരിക്കും ഒരു typical day എങ്ങനെയായിരിക്കും, എത്ര മണിക്ക് എഴുന്നേറ്റിട്ട് എത്ര മണി വരെ നമുക്ക് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്, ഹൗ ഡസ് ദ ആക്ച്വൽ ലൈഫ് ലുക്ക് ലൈക്ക് എന്ന് പറയാൻ പറ്റിയ നല്ലതായിരുന്നു. ഓക്കെ. സോ കാശിപൂർ ഉത്തരാഖണ്ഡിലാണ്. ആസ് ഞാൻ എന്താ പറയാ സൗത്ത് ഇന്ത്യയുടെ പുറത്ത് അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് പോയി നിന്നിട്ടൊന്നുമില്ല. സോ ഇറ്റ് വാസ് എ വെരി വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ന്യൂ പീപ്പിൾ, ന്യൂ എക്സ്പീരിയൻസ്, എല്ലാം ഭയങ്കര ന്യൂ ആയിരുന്നു. ബട്ട് ഹോസ്റ്റലാണോ ഐ വാസ് ഇതിപ്പം വെരി ഇപ്പോൾ ഉള്ളത്? എക്സൈറ്റഡ്. ആര്യൻ ഹോസ്റ്റൽ, യു ഇൻ ഹോസ്റ്റൽ റൂം? യാ, ഐ മീൻ മൈ ഹോസ്റ്റൽ റൂം. ഷെയറിങ്, അത് ഷെയറിങ് ആണോ? ട്വിൻ ആ, ഷെയറിങ്? ഡബിൾ ഷെയറിംഗ് ആണ്. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇയറിൽ ഡബിൾ ഷെയറിംഗ് ആണ്. സെക്കൻഡ് ഇയറിലാവുമ്പോൾ വിൽ ഗെറ്റ് ഇൻഡിവിജ്വൽ റൂംസ്. ഓക്കെ ഓക്കെ. Yeah, you say something about Kashipur and about Uttarakhand. ഓക്കെ. സോ ഞാൻ കാശിപൂര് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ റിസർച്ച് ചെയ്യില്ല എങ്ങോട്ടാ വരുന്നത്. ഞാൻ യൂട്യൂബിൽ എല്ലാ വീഡിയോ കണ്ടായിരിക്കും, കാശിപൂരിന്റെ വീഡിയോ കണ്ടു. ഞാൻ ഇങ്ങനെ മൈൻഡ് സെറ്റ് ആക്കി വന്നേക്കുവാണ്, ഞാനിവിടെ എൻജോയ് ചെയ്യും, ഞാനിവിടെ എല്ലാം നന്നായി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വരുമ്പോ ആകെ ഫുൾ ഇന്റിമിഡേഷൻ ആയിരുന്നു. ബിക്കോസ് ഉത്തരാഖണ്ഡ് പീപ്പിൾ ഐ ഡോണ്ട് നോ ആൻഡ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഫ്ലുവന്റ് ഇൻ ഹിന്ദി. സോ ഭയങ്കര ഒരു പുതിയൊരു വേൾഡിലോട്ട് വന്ന പോലെ എവറിബഡി സ്പീക്കിംഗ് ഹിന്ദി റിഗാർഡ്ലെസ് ഓഫ് വെദർ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്. സോ അത് ബട്ട് ഐ തിങ്ക് it's because in Kerala people are more considerate about, even if you don't know Malayalam, we'll be more accommodating of this and that. But കൾച്ചറൽ ഡിഫറൻസ് നല്ലോണം ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് വന്നപ്പോ കുറെ കാര്യങ്ങൾ ഞാനിപ്പോ പഠിച്ചു. Um, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പറയുകയാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ഫ്രം 9:15 ടിൽ 4 o'clock. അത് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാകത്തുള്ളൂ. അതും ഫുൾ ടൈം ക്ലാസ് ഉണ്ടാവില്ല. ഇറ്റ്സ് അബൌട്ട് 4 periods. സോ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവില്ല, ഒരു ക്ലാസ് ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പ്രൊഫസർ അവർക്ക് ഇഷ്ടമുള്ള ടൈമിലോട്ട് മാറ്റും. അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവേഴ്സ് ആണ്. സെക്കൻഡ് ഇയറിലോട്ട് ആയി കഴിഞ്ഞാൽ മിക്ക ക്ലാസ്സും നമുക്ക് വൈകുന്നേരം ആയിരിക്കും. രാവിലെ ഒന്നും ക്ലാസ് ഉണ്ടാവില്ല. വൈകുന്നേരം നൈറ്റ് ടൈം ഒക്കെ ക്ലാസ് ആയിരിക്കും. ഈവൻ അറ്റ് 10 o'clock നമുക്ക് ക്ലാസ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവേഴ്സ് ആണ്. പിന്നെ ഇൻഡക്ഷൻ, ഇവിടെ ഒരു ഇൻഡക്ഷൻ ഓറിയന്റേഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ 10 days ഒരു ഓറിയന്റേഷൻ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു IIM കാശിപൂർ. ഞാനിങ്ങോട്ട് വന്നത് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാണ് വന്നത്. ബട്ട് എന്റെ അടുത്ത് അച്ഛനമ്മയും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. ഐ കെയിം വിത്ത് എ ബഞ്ച് ഓഫ് മല്ലു പീപ്പിൾ. സോ അവരെ അങ്ങനെ തന്നെ പരിചയപ്പെട്ട് അങ്ങനെ ഇങ്ങോട്ട് കയറി. അത് ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ഗുഡ് തിങ് മുമ്പ് പരിചയപ്പെട്ടത്. ബിക്കോസ് ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയാ, ഐ ഫെൽ ലൈക്ക് ദർ വാസ് സംവൺ ഐ കുഡ് ടോക്ക് ടു. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് വരല്ലേ. ഓൾസോ അനദർ തിങ് ഈസ്, ഇവിടെ വന്നപ്പം നമ്മൾ ഡയറക്ട്ലി ഗ്രാജുവേറ്റ് ചെയ്ത് വരില്ല. അതിന്റെ ബെനിഫിറ്റും ഉണ്ട്. അതിന്റെ ആദ്യം നമുക്കൊരു ഇന്റിമിഡേഷൻ തോന്നും. ബിക്കോസ് I felt like I'm the youngest person here. I don't know anything. They know a lot of things. അങ്ങനത്തെ ഒരു കാര്യമില്ല. നമുക്ക് എന്താ പറയാ, എന്താ അറിയോ അറിയില്ലെങ്കിലും അവർക്ക് ചിലപ്പോൾ വർക്ക് എക്സ് ഉണ്ടായിരിക്കും ഒരു കാര്യത്തിൽ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്ലാസ് എടുക്കുമെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻസിൽ ഡയറക്ട്ലി വർക്ക് എക്സ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അഫ്കോഴ്സ് ദേ വിൽ നോ എ ലോട്ട് മോർ ദാൻ യു. അവർ 2-3 കൊല്ലം വർക്ക് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ആലോചിക്കരുത് അവർക്ക് അതറിയാലോ, എനിക്കിത് എന്തുകൊണ്ടാണ് അറിയത്തില്ല. ബിക്കോസ് നമുക്ക് വർക്ക് എക്സ് ഇല്ല. പിന്നെ വർക്ക് എക്സ് ഉള്ള ആൾക്കാർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അവർക്ക് ഡയറക്റ്റ് എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എക്സാം എഴുതി എഴുതി ശീലിച്ചിട്ടാ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാം എഴുതാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ അങ്ങനെ ഇപ്പൊ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിന്ന് നമുക്ക് ഭയങ്കര അകലമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു അബൌട്ട് 19 മലയാളീസ് ഉണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ അവരോട് മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു അകൽച്ച തോന്നില്ല. ഇപ്പൊ ഞാൻ ഹിന്ദിയൊക്കെ കുറച്ച് പഠിച്ചു. പിന്നെ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ എല്ലാവരോടും നമുക്ക് പെട്ടെന്ന് ബോണ്ടാവും. നമ്മൾ ഒരേ ഒരു ക്യാമ്പസിലല്ലേ താമസിക്കുന്നത് എല്ലാവരും. നമ്മൾ അങ്ങനെ എന്താ പറയാ വീട്ടിൽ പോകുന്നില്ല. ഇതാണ് നമ്മുടെ വീട്. അപ്പൊ നമ്മൾ എല്ലാവരോടും പെട്ടെന്ന് ബോണ്ടാവും. പിന്നെ ഫസ്റ്റ് സെമ്മില് നമുക്ക് പഠിക്കാൻ ആദ്യം ഇത് കിട്ടുമോ കിട്ടില്ലെന്ന് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടെ ഗ്രൂപ്പ് സ്റ്റഡി നടക്കും. അപ്പോ ഇവൺ ഇഫ് വി ഡോണ്ട് നോ, നമ്മൾ അവിടെ പോയിരുന്നാൽ തന്നെ നമുക്ക് പകുതി മനസ്സിലാവും. ഇപ്പം നമ്മള് ക്ലാസ്സിലിരുന്നിട്ട് ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇവിടെ അവർ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ഇരുന്ന് ഞങ്ങൾ എല്ലാവരും നന്നായി പഠിച്ച് ഇപ്രാവശ്യം അത്യാവശ്യം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടുള്ള ആൾക്കാരും കൂടി നല്ല ബോണ്ടിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് കുറെ പേരെ പരിചയപ്പെട്ടു, കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ പുതിയ ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പുറത്തു പോകും. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകാനൊക്കെ പഠിച്ചു. അങ്ങനെ ഹൗ ആർ ദി കോളേജസ് ക്ലബിലും കമ്മിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെയുണ്ട് ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ്? ഇവിടെ ബിഫോർ ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസ് ഞാൻ പറയാണ്, നമുക്കിവിടെ ഫുൾ ടൈം പഠിത്തമൊന്നുമല്ല. ഇവിടെ ഇഷ്ടം പോലെ പാർട്ടീസ് ആണ്. നൈറ്റ് ഫുള്ള് പാർട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ബോറടിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടി വരില്ല. ഒറ്റയ്ക്കായ ഫീലിംഗ് ഒന്നും തോന്നില്ല. വീട്ടിൽ നിന്ന് പോകുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും വരത്തില്ല. ഫുൾ ടൈം എന്തിനെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും ഫുൾ ടൈം. പിന്നെ ഈ പറഞ്ഞ ക്ലബ്സ് ആൻഡ് കമ്മിറ്റി. അപ്പോൾ ക്ലബ്സ് ആൻഡ് കമ്മിറ്റി ഇവിടുത്തെ ഒരു വലിയ പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ നല്ല എൻഗേജ്ഡ് ആയിരിക്കും. ഒരു ഫസ്റ്റ് ഇയറിൽ ഇവിടെ 3 സെംസ് ആണുള്ളത്, ട്രൈമിസ്റ്റേഴ്സ്. സോ ഫസ്റ്റ് 2 എണ്ണം കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രീ ആയി തുടങ്ങും. എന്നിട്ട് ഒരു തേർഡ് തൊട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. വി ഹാവ് ടു, എന്താ പറയാ, എന്തെങ്കിലും വേണമല്ലോ നമുക്ക്, എന്താ പറയാ, എൻഗേജിങ് ആകാൻ. അപ്പൊ നമ്മൾ ഈ ക്ലബ്സ് കമ്മിറ്റിയിൽ ചേർന്ന എന്താന്ന് വെച്ചാൽ ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ആവും. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പോ ഞാനുള്ളത് അൽമന റിലേഷൻ കമ്മിറ്റിയിലാണ്. അൽമന റിലേഷൻ കമ്മിറ്റി ഈസ് ബേസിക്കലി സംതിങ് ദാറ്റ് ടേക്സ് കെയർ ഓഫ് ദി അലുമിനായി. നമ്മൾ അവരെ വിളിച്ച് മീറ്റിംഗ് നടത്തും. അവർക്കൊരു റീയൂണിയൻ നടത്തുമ്പോൾ നമ്മളാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഫ്രം ദ കോളേജിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാണ് നടത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിന് പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഡക്ഷന്റെ ടൈമിൽ തന്നെ അവർ കുറച്ച് ടാസ്ക് ഒക്കെ തരും. ആ ടാസ്ക് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സബ്മിഷൻസ് കൊടുക്കും. അതൊന്ന് അത് കഴിഞ്ഞ് അവർ നമ്മളോട് ഒരു വീഡിയോ റെസ്യൂമേ ചോദിക്കും. ഇൻ മൈ കേസ് ദാറ്റ് വാസ്, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പം നമ്മൾ വീഡിയോ റെസ്യൂമേ അയച്ചു കൊടുക്കും. അവരെ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ദ തിങ് ഈസ്, ഇത് നമ്മൾ നല്ല എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണോ ഇതൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് 10 ഡേയ്സിൽ തന്നെ നമ്മൾ നന്നായി സ്ട്രെസ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാന്ന് പഠിക്കും. പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനോട് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആവും. നമ്മൾ ആദ്യം വിൽ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ദിസ്, ഇത് ഒരിക്കലും ശരിയാവില്ല, അങ്ങനെ ആദ്യം തോന്നും. ബിക്കോസ് ഭയങ്കര ഒരു അതങ്ങനെ ചെയ്യുന്നതാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതിലോട്ട് എങ്ങനെയാണ്. പക്ഷെ യുവർ ലൈഫ് വോണ്ട് ബി ലൈക്ക് ദാറ്റ് ഫോർ ദ 2 ഇയേഴ്സ്, അങ്ങനെ ആയിരിക്കില്ല. ബട്ട് ദിസ് ഇസ് ദി വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ, ദേ ആർ പ്രിപ്പയറിംഗ് യു. അപ്പം നമ്മളങ്ങനെ രാവിലെ തൊട്ട് എണീറ്റിരിക്കുമായിരിക്കും. ഇൻഡക്ഷൻ കഴിയും, അത് കഴിഞ്ഞ് ടാസ്ക് ചെയ്ത് നമ്മൾക്ക് രാത്രിയൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ. നമുക്ക് ചിലപ്പോൾ 3 മണിക്ക് ഇന്റർവ്യൂ, 4 മണിക്ക് ഇന്റർവ്യൂ. അപ്പൊ നമ്മള് എണീറ്റ് നമ്മള് മറ്റേ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോണം. അപ്പൊ നമ്മൾ അങ്ങനെ റെഡി ആയിട്ട് കംപ്ലീറ്റ്ലി ഫോർമൽ ലുക്കിൽ പോണം. പിന്നെ നമ്മൾ ടയർഡ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താ ഉറങ്ങാത്ത പോലെ വന്നേക്കുന്നേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്. ഇന്റർവ്യൂവിന് പോവും. അപ്പൊ അത് എടുക്കുന്നത് സീനിയേഴ്സ് ആണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ എന്താ പറയാ, ഫോർമാലിറ്റി ഇതാക്കുവോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അവർ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. എന്താണ് നമ്മൾ ചെയ്യുക, എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോ വി ഹാവ് ടു യുനോ, നമ്മൾ നമ്മളിപ്പോ ഒരു 4 കമ്മിറ്റിയുടെ ഒരുമിച്ച് പോകും ചിലപ്പോൾ ഇന്റർവ്യൂവിന്. സോ അത് തെറ്റി പറഞ്ഞ കേസസ് വരെ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ആ കമ്മിറ്റിയുടെ പേര് ഇവിടെ വന്ന് പറയും. പക്ഷെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പോ നമ്മൾ അവരോട് പോയി എല്ലാം സംസാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയും. അങ്ങനെ അവർ പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഒരു 10 to 11 മെമ്പേഴ്സ് ആണ് ഈച്ച് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് കംസ് കമ്മിറ്റി. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനത്തെ ഒരു 8 കമ്മിറ്റി ഉണ്ടാവും. അവിടുത്തെ സെക്രട്ടറീസ് എല്ലാം കൂടിയിട്ടാണ് എന്താ പറയാ, ഇവിടുത്തെ മെയിൻ, ഇത് സ്റ്റുഡന്റ് റൺ ക്യാമ്പസ് ആണ്. സോ അവരാണ് ഇതിന്റെ എല്ലാം നോക്കുന്നത്, ഫംഗ്ഷനിങ് ഒക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് കമ്മിറ്റീസിന്റെ കഴിഞ്ഞാൽ ക്ലബ്സ് വരും. ക്ലബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഡാൻസ്, സോങ്സ്, പിന്നെ ഫൈനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റി, അക്കാഡമിക് കമ്മിറ്റീസ് ഒക്കെ, ക്ലബ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഒരു ക്ലബോ കമ്മിറ്റിയോ കൂടി ഉണ്ടാവും. സോ യു വിൽ ബി കോൺസ്റ്റന്റ്ലി എൻഗേജ്ഡ് ഇൻ സംതിങ് ദാറ്റ് യു ലവ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും നമുക്ക് ഇതിന്റെ വർക്ക് ആണെങ്കിലും ഇതിന്റെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരുപാടുണ്ടാവും. ഇപ്പോ റീയൂണിയൻ, ഞങ്ങൾ അലുമിനിയം റീയൂണിയൻ നടത്തുമ്പോൾ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിന് എന്താ യൂസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ലൊരു വൈഡ് നെറ്റ്വർക്ക് കിട്ടും. ഇപ്പം ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ കയ്യിൽ അവർ നമ്പർ ഇരിക്കുക, അവർ എന്നിട്ട് നമ്മളോട് പറയുകയും ചെയ്യും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കോൾ മീ. വി ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ്. നമ്മളിപ്പോ പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു ജോലി ആ കമ്പനിയിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ വി ക്യാൻ ജസ്റ്റ് കോൾ ഹിം അപ്പ്, ആസ്ക് ഹിം അബൌട്ട് തിങ്സ്.
അപ്പോൾ ഐ തിങ്ക് ദാറ്റ് നല്ലൊരു വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എൻ്റെ അവർക്ക് ഒപ്പീനിയൻ. റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, ഇന്റേണൽ റെഫറൻസ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ആ, ഇന്റേണൽ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയിക്കാനും പറ്റും അല്ലെ. ആൻഡ് അതെ ഹൗ ഇസ് അതെ. യുവർ സമ്മർ ഇന്റേൺഷിപ്പ് ലുക്കിംഗ് ലൈക്ക്? സമ്മർ ഇന്റേൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. ഹൗ വാസ് ദാറ്റ്, വാട്ട് വാസ് ദ പ്രോസസ്? ഓക്കെ. സമ്മർ ഇന്റേൺഷിപ്പ് ആക്ച്വലി ഇറ്റ്സ് എ വെരി ഹെക്ടിക് പ്രോസസ് എന്നാണ് നമ്മളെല്ലാവരും അങ്ങനെയാണ് മൈൻഡിൽ ഉണ്ടായിരുന്നത്. ബിക്കോസ് ഇവിടുന്ന് പോണേന് മുമ്പ് തന്നെ ഞാൻ ടൈമിൽ വെച്ചിട്ട് തന്നെ കുറച്ച് പേരോട് സംസാരിച്ചിരുന്നു, IM കയറിയ ആൾക്കാരോട്. അപ്പൊ അവര് ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു സമ്മർ ഇന്റേൺഷിപ്പ് കുറച്ച് ഹെക്ടിക് ആയിരിക്കും ആ സീസൺ, നിങ്ങളൊന്ന് ബിവെയർ ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. സമ്മർ ഇന്റേൺഷിപ്പ് നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരും, ഇന്ന കമ്പനി വരുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി ഉണ്ട്, അവരാണ് ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം അപ്ലൈ ചെയ്യുക, നമ്മുടെ റെസ്യൂമെ ഇവരെല്ലാം വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാ പോയിന്റും വെരിഫൈ ചെയ്യും. ഇവർക്ക് വെരിഫൈഡ് ആവാത്ത പോയിന്റ് അത് അപ്പൊ തന്നെ നമുക്ക് കിട്ടില്ല പോയിന്റ്, അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ അതിനെല്ലാ പ്രൂഫും വെച്ചിട്ട് അവസാനം വിൽ ഗെറ്റ് എ ഫൈനൽ റെസ്യൂമെ. ആ ഫൈനൽ റെസ്യൂമെ വെച്ചിട്ട് വിൽ അപ്ലൈ ടു ഓൾ കമ്പനീസ്. ഓരോ കമ്പനിക്കും ഓരോ പ്രോസസ്സാണ്. എനിക്ക് SIP കിട്ടിയത് നാറ്റ്വെസ്റ്റിലാണ്, ഇറ്റ്സ് എ ബാങ്ക്. സോ അവിടുത്തെ പ്രോസസ്സ് എനിക്ക് ഫസ്റ്റ് റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അബൌട്ട് 10 or 15 people they call for an interview. സോറി. ഇന്റർവ്യൂ ടെക്നിക്കൽ ആൻഡ് HR ഇന്റർവ്യൂ ആയിരുന്നു. രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാന് ഐ വാസ് വെരി സ്കെയർഡ് ടു ഗോ ഫോർ ദ ഇന്റർവ്യൂ, ബിക്കോസ് എനിക്ക് അധികം അങ്ങനെ എന്താ പറയാ, നോട്ട് ദാറ്റ് കോൺഫിഡന്റ് അബൌട്ട് മൈ PA സ്കിൽസ്. ബട്ട് GD ആണെങ്കിൽ ഐ എം വെരി കോൺഫിഡന്റ്, എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിന് GD ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് നെർവസ്. ബട്ട് പിന്നെ സെലക്ഷൻ കിട്ടി. And അവരിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി, ഐ വാസ് സോ സാറ്റിസ്ഫൈഡ്. പക്ഷെ ഇപ്പോഴും പ്ലേസ്മെന്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് 450 പേരുണ്ട് ക്യാമ്പസില്. സോ ആ, എവറിബഡി ഹാസ് ടു പ്ലേസ്ഡ്, അപ്പൊ കുറച്ച് ടൈം എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നാറ്റ് വെസ്റ്റ് എന്നല്ലേ പറഞ്ഞല്ലേ? നാറ്റ്. അതെ. എത്ര സ്റ്റൈപ്പൻഡ് എങ്ങനെയുണ്ട്? സ്റ്റൈപ്പൻഡ് മന്ത്ലി? മന്ത്ലി ദ വൺസ് ഹു ഡോണ്ട് നോ, സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ 1 ഇയർ കഴിയുമ്പോൾ 2 to 3 months നമ്മൾ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഫോർ വിച്ച് ദേ ഗിവ് എ സ്റ്റൈപ്പൻഡ്. ആൻഡ് ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ഇന്റേൺഷിപ്പ് മേ ട്രാൻസ്ലേറ്റ് ഇൻ ടു PPO, വിച്ച് ഈസ് യുവർ പ്രീ പ്ലേസ്മെന്റ് ഓഫർ. അപ്പം അത് സാധാരണ സംഭവിക്കാറുണ്ട്. ദാറ്റ് ഓപ്ഷൻ ഇസ് ദർ, റൈറ്റ്? ദാറ്റ് PPO ഓപ്ഷൻ ഇസ് ദർ വിത്ത് നാറ്റ്വെസ്റ്റ് അല്ലേ? നാറ്റ്വെസ്റ്റിന്റെ ഇപ്പോഴത്തെ സ്റ്റൈപ്പൻഡ് 2 months ആണ് നമുക്ക് ഇത് ഇന്റേൺഷിപ്പ് വരുന്നത്. പെർ മന്ത് 70,000 ആണ്. 20,000. അപ്പോ ആ, ഓക്കെ. പിന്നെ PPO ഇവിടുത്തെ സീനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കുറച്ച് പേർക്ക് PPO കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 people out of 3 people who converted to PPI, one of them got PPO. ഓക്കെ ഓക്കെ ഓക്കെ. PPO എത്ര നമ്മുടെ ഉണ്ടായിരുന്നു? വർക്ക് എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് അവര് തന്നെ അവർ തരുന്നത്. നമ്മളോട് റെക്കമെൻഡ് ചെയ്യും PPO എടുക്കാൻ വേണ്ടി. എത്ര ഉണ്ടായിരുന്നു PPO? എത്ര ഉണ്ടായിരുന്നു? സാലറി എത്ര ഉണ്ടായിരുന്നു ഏകദേശം? 15 lakh ഫിക്സഡ് ആനുവലി, ആൻഡ് അബൌട്ട് 20 ഇൻസെന്റീവ് എല്ലാം കൂട്ടിയിട്ട്. ഓ, അപ്പോൾ 5 lakhs വേരിയബിൾ ആയിരിക്കും അല്ലെ? ഫിക്സ്ഡും 5 lakhs ഉം, വേരിയബിളും 20 lakhs ഇൻ ടോട്ടൽ ആയിരിക്കും അല്ലെ? ഓക്കെ ഉം. ഓക്കെ. I think that's fantastic. Actually, NatFirst will give you fantastic exposure, I'm sure. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടുമായിരിക്കും. ആൻഡ് any other questions നിങ്ങളെ പുറത്ത് എന്തെങ്കിലും? ദ സ്റ്റുഡൻസ്, if you would want to ask questions, please do feel free. ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. ഷീ ഈസ് വൺ among you. അപ്പം ഡെഫിനറ്റ്ലി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ആരും ഒന്നും പിന്നെ ഐ വുഡ് ലൈക്ക് ടു ചോദിക്കുന്നില്ല. ആഡ് സംതിങ്. യാ യാ യാ, പ്ലീസ്. എന്താന്ന് വെച്ചാല്, ഓക്കെ റെസ്യൂം പ്രിപ്പറേഷൻ ആണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്, അന്തിത. ഓക്കെ. സോ വർക്ക് എക്സ് ഉള്ളവർക്ക് കുറെ ഒരു ഭാഗം വർക്ക് എക്സ് ആയിട്ട് പോകും. നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗമില്ല. നമുക്കൊരു 1 page റെസ്യൂമേ ഉണ്ടാക്കണം. അതും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ആ ഒരു രീതിക്ക് എഴുതാൻ പറ്റും. ഒരു 1 ലൈനാണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ പരമാവധി, എനിക്ക് അധികം സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഞാനൊരു 2-3 എണ്ണം കൂടി എടുത്ത് ഒരു 4 or 5 സർട്ടിഫിക്കേഷൻ ആക്കിയിട്ടാണ് റെസ്യൂമെ ചെയ്തത്. അപ്പോ നമുക്കിപ്പോ ആസ് UG സ്റ്റുഡൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി സർട്ടിഫിക്കേഷൻസ് എടുക്കുക. അതും എന്താ പറയാ, നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം. ബിക്കോസ് നമ്മള് എന്താ പറയാ, സാധാരണ പ്ലാറ്റ്ഫോംസിന് ഫ്രീ ആയിട്ട് എടുക്കുന്നത് അത്ര വാല്യുബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ നല്ല വാല്യൂ ഉള്ള, നിങ്ങൾക്ക് ഏത് ഇതിലാണ് പോവാൻ താല്പര്യമുള്ളത്, അങ്ങനെ ആ ഒരു എന്താ പറയാ ഫ്യൂച്ചർ ഇത് മൈൻഡിൽ വെച്ചിട്ട്
സർട്ടിഫിക്കേഷൻസ് എടുക്കുക, പിന്നെ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുക, ഇന്റേൺഷിപ്സ് എടുക്കുക. നമ്മൾ 10 days ഇന്റേൺഷിപ്പ് കോളേജിൽ നിന്ന് ഓൾറെഡി തരുന്നുണ്ട്. പക്ഷെ തിങ് ഈസ് 10 days വർക്ക് ചെയ്തത് ഇവിടെ ഇന്റേൺഷിപ്പ് ആയിട്ട് എടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് 3 months to 6 months വർക്ക് ചെയ്യണം എന്നാണ് ഇന്റേൺഷിപ്പിന്റെ ഇവിടുത്തെ ഒരു റൂള്. അപ്പൊ ഞാനത് പ്രൊജക്ട് ആയിട്ടാണ് എടുത്തത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല, ബിക്കോസ് നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ യൂഷ്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻസിൽ വർക്ക് ചെയ്യുക. പിന്നെ എനിക്ക് അച്ചീവ്മെന്റ്, ഇവിടെ ഒരു അച്ചീവ്മെന്റ് സെക്ഷൻ ഉണ്ട് റെസ്യൂമില്. അതിൽ നമ്മൾ പുറത്തു പോയിട്ട് ഈ പറഞ്ഞ പോലെ കേസ് കോമ്പറ്റീഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോളേജസിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസ് എപ്പോഴും നടക്കുന്നതാണ്, മാനേജ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ളത്. അതിന് പോവുക, അത് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഞാൻ അത് ഇങ്ങനെ എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം എനിക്കത് ഇന്റർവ്യൂവിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അവർ ചോദിച്ചു എന്ത് അച്ചീവ്മെന്റ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ആസ് എ നമ്മളിപ്പോ ഇത്ര, അല്ല നമ്മൾ സ്കൂൾ കഴിഞ്ഞു, സ്കൂളിലത്തെ മുന്നത്തെ നമുക്ക് പറയാൻ പറ്റില്ല. സോ യുജിയിലാണ് നമുക്ക് ഇതൊരു ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അപ്പൊ ചെയ്യുന്ന അച്ചീവ്മെന്റ് ഇറ്റ് ഈസ് വെരി വാല്യുബിൾ. ഇപ്പം പറ്റുന്ന കോമ്പറ്റീഷൻസിനൊക്കെ പോവുക. ഇപ്പൊ സെക്കൻഡ് കിട്ടിയാലും തേർഡ് കിട്ടിയാലും ഇറ്റ്സ് ഓക്കെ. നമ്മൾ പിന്നെ പ്രൈസ് കിട്ടിയില്ലെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ. ഇൻ ദ ഇന്റർവ്യൂ യു ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ ദിസ്, ഐ ഗെയിൻഡ് ദിസ് എക്സ്പീരിയൻസ് ഫ്രം ദിസ്. എങ്ങനത്തെ കോമ്പറ്റീഷൻസ് ആണെന്നൊക്കെ പറയാ, എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ലേൺ ചെയ്തെന്ന് പറയാ. സോ അതൊക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. The question is about, they asked you something about your resume preparation. എനിക്ക് തോന്നുന്നു what Pavitra was trying to tell you was you have to get into that projects. അല്ലെങ്കിൽ the other one thing that probably can do is NPTEL certifications also is good. അല്ലെ, NPTEL certifications, ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് are also will add value. അതൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ആസ് പവിത്ര said, എനിക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ബികോം ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എന്തോരം സമയം നമുക്ക് പഠിക്കാനും അത് കഴിഞ്ഞ് നമുക്ക് എന്തോരം സമയം നമുക്ക് ബാക്കിയുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി പുട്ട് ഇറ്റ് പ്രൊഡക്റ്റീവ് യൂസ്. പലപ്പോഴും നമ്മൾ ആ പറയുന്ന ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അടിച്ചു പൊളിക്കാം എന്ന് പറയുന്ന സമയത്ത് അടിച്ചു പൊളിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കരിയറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി ഫെന്റാസ്റ്റിക്. അപ്പം അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എനി ക്വസ്റ്റ്യൻസ് ടു പവിത്ര? ഷുവർ, എനി അതർ ക്വസ്റ്റ്യൻസ്? CAT percentile. What was your CAT percentile is what they are asking. മൈ CAT percentile was 87.5%. 87.5. Score was 50, I think. 50, around 50. 50 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം കേട്ടോ. അതായത് വി ഹാഡ് 68 ക്വസ്റ്റ്യൻസ് അല്ലെ, കഴിഞ്ഞ വർഷം 68 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 204 മാർക്കാണ് മാക്സിമം മാർക്സ് ദാറ്റ് യു ക്യാൻ സ്കോർ. 204 മാർക്കിൽ 50 മാർക്ക് മേടിക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 87% 88%. അപ്പൊ അത്രേ ഉള്ളൂ കാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി 50 ഔട്ട് ഓഫ് 200 സംതിങ് ഇസ് ഓൾമോസ്റ്റ് യുവർ 25%. It's 25% about which questions you attend. നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ വെറുതെ കയറി ചെയ്യേണ്ട നമ്മൾ അറ്റൻഡ് ചെയ്യരുത്. കാര്യമില്ല. നമ്മൾ കാര്യമില്ല. വിമലയിലൊക്കെ ഇഷ്ടം പോലെ ഫാഫ് ചെയ്താണ് എക്സാം എഴുതുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് വി ഹാവ് ടു നോ വാട്ട് വി നോ. നമ്മൾ എന്താണോ പഠിച്ചത്, എന്താണോ നന്നായിട്ട് അറിയുന്നത്, അത് മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുക. 25% എന്ന് പറയുന്നത് നമ്മൾ 10th ഉം 12th ഉം ഗ്രാജുവേഷനൊക്കെ ഫെയിൽ ആട്ടോ. പക്ഷെ ഇവിടെ 25% കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് അവേ വാക്ക് ഇൻ ടു എൻ IM and then you get paid for 70,000 as internship and there's a possibility of getting 20 lakhs as your package. അപ്പം IM is a different thing altogether. അപ്പം ജസ്റ്റ് ഇപ്പം പവിത്രയോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം, ഞാൻ വിചാരിച്ചിരുന്ന ഒരു ചോദ്യം, നമ്മളിപ്പം ഞാനും ബികോം ചെയ്തതുകൊണ്ട് ഐ ക്യാൻ റിലേറ്റഡ്. ഇപ്പം നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട് കോളേജിൽ അല്ലെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ MBA ചെന്നാലും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പം ഈസ് എ ഡിഫറൻസ് ഇൻ ദ വേ ദീസ് തിങ്സ് ആർ ടോട്ട് ഇൻ ദ കോളേജ് ആൻഡ് അറ്റ് IM? ആ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടോ? ഉണ്ട്, നല്ലോണം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ സിലബസിൽ എന്താ തരുന്നത് അത് അങ്ങ് പഠിച്ചു പോയിട്ട് എക്സാമിന് എഴുതാൻ പറ്റില്ല. നമുക്ക് മിക്കതും കേസ് സ്റ്റഡി ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതൊരു ബിൽഡ് ചെയ്ത് വന്നാൽ, അതിനാണ് ഈ കോമ്പറ്റീഷന് പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അത് നമ്മൾ ഇപ്പോഴേ ബിൽഡ് ചെയ്ത് വന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഫോർ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് വിൽ ഹാവ് എ കേസ് സ്റ്റഡി വിച്ച് വി ഹാവ് ടു റീഡ് ബിഫോർ ക്ലാസ്. നമുക്ക് അതിനെ പ്രീ റീഡ് എന്നാണ് പറയാറ്. അപ്പോൾ നമ്മളത് വായിച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പോയിന്റേഴ്സ് ഒക്കെ എഴുതി വെക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രൊഫസേഴ്സിന്റെ അടുത്ത് നമ്മൾ ഇതെല്ലാം പറയണം. എന്നിട്ട് അതിനൊരു മാർക്കുണ്ട്, ഇറ്റ്സ് കോൾഡ് CP. അപ്പം നമ്മള് ഈ എത്രത്തോളം നമ്മൾ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ അതിന്റെ മാർക്കാണത്. അപ്പൊ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വേണം. റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വേണമെങ്കിൽ നമ്മൾ നന്നായി അത് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോ നമ്മൾ എക്സാമിന് വരുമ്പോഴും കേസ് സ്റ്റഡീസ് ആണ് യൂഷ്വലി വരിക. ഇപ്പോ ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ ഉണ്ടായിരുന്നു, അതിനും കേസ് സ്റ്റഡി ആണ് വന്നത്. 2 കമ്പനീസ് തന്നു, അവർക്ക് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് തന്നു, എല്ലാം തരും.
പിന്നെ നമുക്കും ഫോർമുലും ചിലപ്പോൾ അവർ കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യും. സോ ഇറ്റ്സ് അബൌട്ട് നമുക്ക് ആ ലോജിക്കാണ് അറിയേണ്ടത്, അല്ലാണ്ട് കാണാപ്പാഠം പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഭയങ്കര കുറവാണ്. അതിൽ ബികോംകാർ മാത്രമല്ലല്ലോ, നമ്മുടെ ബാച്ചിൽ എല്ലാവരും ഉണ്ടാവില്ലേ? ബി എസ് സിക്കാരും അല്ലെങ്കിൽ ബി ബി എക്കാരും ഒരുപാട് ഉണ്ടാവില്ലേ? ബി എ അല്ലെങ്കിൽ ബി എ ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വല്ല അറിയാമോ? സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ട്. സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ മോസ്റ്റ്ലി എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഓക്കെ. ബട്ട് പിന്നെ ഉള്ളത് കൊമേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ്, പിന്നെ കൊമേഴ്സ് സ്റ്റുഡൻസ്, പിന്നെ ബാക്കിയുള്ള സൈക്കോളജി, ലിറ്ററേച്ചർ അങ്ങനത്തെ. If someone is very confused or scared about cat, what could be your message to them? How to ആഹ് make it? ഒരു എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഭയങ്കര ഇന്റിമിഡേഷൻ തോന്നും ആദ്യം. എനിക്കറിയാം, ഞാനും ഇങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷെ വി ജസ്റ്റ് ഹാവ് ടു നോ ദാറ്റ് വി ഡിസേർവ് ഇറ്റ്. നമ്മള് വെൻ വി ആർ ലുക്കിംഗ് അപ്പ്, ഇറ്റ് ഫീൽസ് ലൈക്ക് എ വെരി ഹ്യൂജ് തിങ്. ഇറ്റ്സ് നോട്ട്. നമ്മളിവിടെ വരുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക. ബിക്കോസ് നമ്മളൊന്ന് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രേ ഉള്ളായിരുന്നു. നമ്മൾ ഇതിന് ഇത്ര അധികം ടെൻഷൻ അടിച്ച് ഇത്ര ഒരു ആക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ വെരി ഈസി ടാസ്ക്. നമ്മൾ ആ ഫ്ലോയിലൊക്കെ പോണം, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ആ ബിലീഫില്ല. എല്ലാവരും പറയും ബിലീവ് ഇൻ യുവർ സെൽഫ്. പക്ഷെ നമ്മളത് ആക്ച്വലി അത് ബിലീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇറ്റ് മേക്സ് എ വെരി ഹ്യൂജ് ഡിഫറൻസ്. നമുക്കത് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോ എന്താ പറയാ, ഞാൻ വരുമ്പോ ഐ റോട്ട് ദി എക്സാം വെരി കെയർ ഫ്രീ, ടു ബി ഓണസ്റ്റ്. ഞാനത് എനിക്ക് കുഴപ്പമില്ല. എക്സാം പേപ്പർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും തോന്നിയില്ല. ഐ ക്യാൻ ഡു ദിസ്, ഇറ്റ്സ് ഓക്കെ. പിന്നെ കിട്ടി, ഐ വാസ് ലൈക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ ട്രൈ അഗൈൻ. അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. സാധാരണ ടെൻഷൻ അടിച്ച് പോകുന്ന എക്സാം ഒക്കെ കൊള്ളാവുമല്ലോ. അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് എഴുതിയത്. പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് അറിയായിരുന്നു ഞാൻ ഇത്രയും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതിപ്പോ എന്തായാലും എനിക്ക് കിട്ടും അറിയായിരുന്നു. SIP-യും ഇതേപോലെയായിരുന്നു. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. ദ റീസൺ ഈസ് ഐ ന്യൂ ദാറ്റ് ഐ ഡിസേർവ്ഡ് ഇറ്റ്. സോ ഇപ്പൊ പറയുമ്പോൾ മേ ബി ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഐ എം ബ്രാഗിങ്, ബട്ട് ഐ എം നോട്ട്. സീരിയസ്ലി ആ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു യു. ആ നിങ്ങളുടെ ഡെവലപ്മെന്റിന് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്, ഐ വുഡ് സേ. Is it has it changed your confidence, your career outlook? For example, your life at IM so far. നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹാസ് ഇറ്റ് ചേഞ്ച് യുവർ കരിയർ ഔട്ട്ലുക്ക് when you walked into an IM, what you thought this has to be, but then the life at IM, has it changed your career outlook for the better? ദ തിങ് ഇസ്, എന്റെ കുറെ കാര്യത്തില് കോൺഫിഡൻസ് വളരെയധികം കൂടി. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വി ആർ ഓൾവേസ് തിങ്കിങ് ഐ നോ ലെസ് ദാൻ ദം, ഐ ഡോണ്ട് നോ എനിത്തിങ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നമ്മൾ 20-21 ഇയേഴ്സിൽ പോകുമ്പോൾ അങ്ങനെയാണ് തോന്നുക. പിന്നെ ഇവിടെ പലരും ക്ലാസ് പാർട്ടിസിപ്പേഷന്റെ സമയത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, ഈവൻ ഇഫ് ദേ ഡോണ്ട് നോ ദി ആൻസർ, ദേ സേ ഇറ്റ് ആസ് ഇഫ് ദേ നോ ഇറ്റ്. No, it അപ്പൊ അവർക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നതിൽ കാര്യമില്ല. കാര്യമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ പറയാവുന്നതല്ല. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാണ്, നമ്മളിവിടെ വന്നിരിക്കുന്നതിന്റെ റീസൺ തന്നെ നമുക്കിത് ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ്. വി ആർ അറ്റ് പാർ വിത്ത് ദം. സംടൈംസ് സം പീപ്പിൾ മേ ബി ബെറ്റർ, പക്ഷെ ആ ആവറേജിന്റെ ഒരു ഇതിൽ പോകത്തില്ലേ. അപ്പോ അതെ. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് വന്നത്. അപ്പോ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു 5 months ആയി. അപ്പോ എനിക്കിപ്പോ ഐ എം വെരി കോൺഫിഡന്റ് ഇൻ മൈ GD. ലാസ്റ്റ് ഡേ ഐ ഹാഡ് എ GD, ഐ വാസ് സോ കോൺഫിഡന്റ് ആൻഡ് ഐ ഗോട്ട് ദ ബെസ്റ്റ് പെർഫോമർ. സോ ദ തിങ് ഈസ്, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയാൽ ഇറ്റ്സ് വെരി ഈസി. വി ക്യാൻ സർവൈവ് ഹിയർ വെരി ഈസിലി. നോട്ട് ജസ്റ്റ് സർവൈവ്, വി ക്യാൻ ത്രൈവ് ഹിയർ. Excellent. One question was, what type of questions can we expect during the interview, and which interview questions do you find most challenging or stressful? ഓക്കെ. സോ ആസ് ഐ സെഡ്, നമ്മൾ UG-യിൽ ഭയങ്കര ഡീപ്പായിട്ടല്ല പഠിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പഠിച്ചത്. എന്റെ ഒരു ഇതില് ഒപ്പീനിയനിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ബട്ട് ഞാൻ എല്ലാം മിക്കതും തലേ ദിവസം പഠിച്ചിട്ട് അങ്ങനെ ഒരു ഇതിലാണ് പോയത്. അപ്പോൾ നമ്മളോട് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പതറിപ്പോ. എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു, അമൃത്സറിന്റെ ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഈസി ഗോയിങ് ഇന്റർവ്യൂ. ദേ ആസ്ക്ഡ് അബൌട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്രോപ്സ് ആൻഡ് ഓൾ ദാറ്റ്. അത് മേ ബി ബിക്കോസ് അതിന്റെ ലൊക്കാലിറ്റി കൊണ്ടായിരിക്കാം. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ക്രോപ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു. അത് ഞാൻ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു ഇത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അമൃത്സർ ഞാൻ കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് മോസ്റ്റ് ചലഞ്ചിങ് ഇന്റർവ്യൂ ഐ വുഡ് സേ വാസ് കോഴിക്കോട്. കോഴിക്കോടായിരുന്നു എന്റെ ഫസ്റ്റ് ഓഫർ ഇൻ ഇന്റർവ്യൂ. സോ ഐ വാസ് വെരി നെർവസ്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറെ ആളുകളെ കണ്ടു. എല്ലാവരും കോട്ട് സ്യൂട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഫസ്റ്റ് കണ്ടത്.
ഞാൻ നമ്മുടെ കോളേജിൽ അങ്ങനത്തെ ഒരു സാധനമേ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഐ വാസ് സോ ഇന്റിമിഡേറ്റഡ്. ഞാനാണെങ്കിൽ കോട്ടൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഫോർമൽസിലാണ് പോയത്, ഷർട്ടും പാന്റും ഇട്ടിട്ടാണ് പോയത്. സോ എല്ലാവരും പിന്നെ പഠിക്കുന്നു, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. ഐ വാസ് സോ സ്കേർഡ്. അപ്പോ ക്യാമ്പസ് ഒക്കെ ഭയങ്കര നല്ല ക്യാമ്പസ് ആണ്, കംഫർട്ടിങ്, അങ്ങനത്തെ ഒരു നല്ല ക്യാമ്പസ്. അവിടെ ചെന്നപ്പോ ഐ വാസ് സോ ഹാപ്പി. ബട്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ട് പേടിയായി. പിന്നെ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തു, ഇന്റർവ്യൂവിൽ കയറി. അപ്പം എപ്പോഴും ഒരു ഗുഡ് കോപ്പ് ഒരു ബാഡ് കോപ്പ് ഉണ്ടാവും യൂഷ്വലി. രണ്ട് ഇന്റർവ്യൂസ് ഉണ്ടെങ്കിൽ ഒരാള് ദിൽ ബി വെരി നൈസ് ടു യു, ദിൽ ബി ലൈക്ക് ഹൗ ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, അങ്ങനെയൊക്കെ ചോദിക്കും. മറ്റേ ആള് ദിൽ ബി ലൈക്ക് നമ്മളൊരു വേർഡ് മെൻഷൻ ചെയ്താൽ അതിനെ പറ്റി ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അങ്ങനത്തെ എനിക്ക് അതിൽ നോളജ് ബേസ്ഡ് ആയിട്ട് അവർ ചോദിച്ചത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് യൂഷ്വലി. അങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നു, നമ്മൾ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. അപ്പോ ഫൈനാൻഷ്യൽ റേഷ്യോസ് ചോദിച്ചു. പിന്നെ അക്കൗണ്ടിങ് എങ്ങനെയാ ചെയ്യാന്നൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചോദിച്ചു. പിന്നെ കുറച്ച് ക്വാണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഗ്രാഫ് ഒരു ഫോർമുല തന്നിട്ട് ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്റർവ്യൂസിൽ എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പേടി. ബിക്കോസ് നമ്മളിപ്പോ ഇപ്പൊ GD ക്കായാലും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടോപ്പിക് കിട്ടിയാൽ നമുക്ക് എനിക്കത് ബേസിക്കലി ഈസിയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് നോളജ് ബേസ്ഡ് ആയിരിക്കും ഈസി. ദാറ്റ് ഡിപ്പെൻസ് നമ്മൾ ഏതാണോ കോൺഫിഡന്റ് എന്നുള്ളത്. അപ്പൊ എനിക്ക് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പേടിയായിരുന്നു. പിന്നെ ഈ അക്കൗണ്ടിങ് എനിക്ക് അത്ര വശമില്ലായിരുന്നു. ഞാൻ 12th കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അപ്പൊ എനിക്ക് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ഇല്ലായിരുന്നു. സോ അത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. Okay. Any other questions? അബൌട്ട് മൈ കാറ്റ് പ്രിപ്പറേഷൻ, ഞാൻ എയിം കാറ്റ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. നമുക്ക് 25 മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇതിൽ കിട്ടും. Mm. അപ്പോൾ ഞാൻ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. നമ്മൾ ഇതിന്റെ ടൈമിന്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ VRCയിലെ ബുക്ക് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിരുന്നു. ബിക്കോസ് ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ VRC. പിന്നെ ക്വാണ്ട് ഞാൻ അരിത്മെറ്റിക്സ് ആണ് യൂഷ്വലി കൂടുതൽ, അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ ഓൾജിബ്രയും, അത് രണ്ടുമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ബിക്കോസ് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇപ്പം എന്താ പറയാ, നമ്മളെല്ലാം കൂടി ഓടി നടന്ന് കവർ ചെയ്യല്ല, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണോ അത് മനസ്സിലാക്കി കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു എന്റെ സ്ട്രെങ്ത്. സോ ഐ കവർ ഓൺലി ദോസ് തിങ്സ്. പിന്നെ DILR, ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് അത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അത് നന്നായി എഫക്ട് ചെയ്യും. സോ വി വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഞാൻ ഔട്ട്സൈഡ് ഓഫ് ടൈമിന്റെ പുറത്തുള്ള റിസോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ തന്ന ബുക്സ് തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാണ് ചെയ്തത്. Okay. Any questions? How supportive were your parents and everybody around? All were happy to know that, especially when they knew that you have to go all the way to Himalayas, to Uttarakhand. What was their response? They let you go, or you had to fight your way out to get in? ഞാന് 10th ഇത് തീരുമാനിച്ചപ്പോ ആദ്യം പറഞ്ഞ എന്റെ അച്ഛനോടാണ്. ഞാൻ അച്ഛനോട് അന്നേ പറഞ്ഞിരുന്നു ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എൻ IIM, ഇത് എന്റെ ഡ്രീമാണ്. സോ അച്ഛൻ അതിന് ഒരിക്കലും എതിരൊന്നും പറയില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞത് എവിടെയാണെങ്കിലും നീ പോയി പഠിച്ചോ. ബിക്കോസ് ഐ വാസ് സ്കെയർഡ് ടു ഗോ ടു നോർത്ത് ഇന്ത്യ. ഐ വാസ് ലൈക്ക് ഐവ് നെവർ ബീൻ ദെയർ, ഐവ് നെവർ ബീൻ വിത്ത് സച്ച് പീപ്പിൾ, ആൻഡ് ഐ ഹാഡ് എ ഫ്യൂ ഹെൽത്ത് ഇഷ്യൂസ്. സോ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഷുവർ ഐ കുഡ് സ്റ്റാൻഡ് ദ വെദർ ഹിയർ ഓർ ഹ്യൂമിഡിറ്റി ഓർ വാട്ട് എവർ. But he was so supportive. He told me that no matter where you go, you will make it your place. Don't worry about such things. നമ്മൾ പിന്നെന്താന്ന് വെച്ചാൽ വിൽ അഡാപ്റ്റ്. നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ പെട്ടെന്ന് ഒരു അഡാപ്റ്റ് ആവും. ഇറ്റ്സ് ജസ്റ്റ് ഡ്യൂറേഷൻ ആണ് വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 3 മാസം എടുക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി വിൽ അഡാപ്റ്റ്. ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനോട് അഡാപ്റ്റ് ആവും. ഫിസിക്കലി അഡാപ്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനോട് അഡാപ്റ്റ് ആവും. അപ്പോ മൈ പാരന്റ്സ് വർ വെരി സപ്പോർട്ടീവ്. ഫസ്റ്റ് എന്റെ ഐ തിങ്ക് മൈ ഫാദർ വാസ് ദ മോസ്റ്റ് പ്രൗഡ് പേഴ്സൺ. ബിക്കോസ് ഫസ്റ്റ് കൺവേർട്ട് ആയതും ഫസ്റ്റ് ഞാൻ അച്ഛനോടാണ് പറഞ്ഞത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് മൊമെന്റ് ഫോർ മീ, ടു ബി ഓണസ്റ്റ്. Very sweet. I think that is really important. നമുക്കൊരു support mechanism വളരെ important ആണ്. With family all around. That support system actually will take care of major of our stress. Anne is saving some question. What is one hidden truth about studying MBA at an IEM that most people don't reveal? So you want you want her to reveal. You want me to say controversial things? No, certain things are best not said, and those have to be Yeah, you should just discovered. experience it. Yes, you have to be experienced it, you have to discover things. Everything cannot be said.
And that is what ആസ് people ഐ don't സെഡ്, do. ഇതിലിപ്പോ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും പറയും IIM-ല് നമ്മൾ പഠിപ്പാണ് മെയിൻ, അതാണ് മെയിൻ. ബട്ട് തിങ് ഈസ്, ആ ലെവൽ ഓഫ് കോമ്പറ്റീഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുപാട് വേറെ എൻജോയ് ചെയ്യുന്നുണ്ട്. Okay. നമ്മൾക്ക് കുറെ സമയം പാർട്ടി ചെയ്ത് അങ്ങനെ ഇഷ്ടം പോലെ സമയം കിട്ടും എൻജോയ് ചെയ്യാൻ, പുറത്തു പോകാനും. Okay. So I think the general message that Pavitra wanted to convey was possibly you can do both CAT coaching or prepare for an MBA program and get into an college academics. That is something that is always manageable. And she is very hopeful and very confident about the different career opportunities that is waiting her after she gets out of an MBA program, thanks to the training that she's getting, thanks to the peers that she's having, thanks to network that she's already created, and in the process of creating, thanks to the kind of faculties that are there. So it is a very different life out there, my dear friends. It is there for all of us to take it. It is not denied to anybody. It is all of there. It's there for us to take it. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ഇപ്പോൾ കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിലാണെങ്കിൽ ഐ വുഡ് സേ ഗെറ്റ് ഇൻ ടു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻഡിപെൻഡന്റ് റിസർച്ച് ചെയ്യാം. ഐ എം ഷുവർ പവിത്ര റിസർച്ച് ചെയ്ത് 10th കഴിഞ്ഞപ്പോഴാണ്. +1 +2 ആ കുട്ടി റിസർച്ച് ചെയ്തിട്ടാണ് ഫൈനലി ഷി ഗോട്ട് ഇൻ ടു ദാറ്റ് MBA പ്രോഗ്രാം. സോ ദർ ഇസ് പ്ലെന്റി ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഇസ് ദർ അവൈലബിൾ. അപ്പം അത് തനിക്ക് നിങ്ങൾക്കത് നിങ്ങളുടേതായ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് ഐ തിങ്ക് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദിസ് സംവെയർ. ഇപ്പം ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കരിയർ നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമാണ്. അപ്പം ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അച്ചീവേഴ്സ് ഓൾവേസ് സ്റ്റാർട്ട് ഏർലി, അല്ലേ? അപ്പം ദാറ്റ് വാസ് വെരി വിസിബിൾ ഇൻ വാട്ട് പവിത്ര ഹാസ് ഡൺ, ബിക്കോസ് ഷി ഹാസ് ഓൾറെഡി ക്ലിയർ അബൌട്ട് ദിസ്. ഷി വാസ് ക്ലിയർ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ് ആൻഡ് ഷി ഹാസ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ലോങ് ബാക്ക്, അല്ലേ? അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങൾക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ദ റിസോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ. പ്രിപ്പയർ ഫോർ എക്സാംസ് ലൈക്ക് ദിസ്. ഒരു കാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് എക്സാംസിനും SSC എക്സാംസിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. കാരണം അതിൻ്റെ എല്ലാം സെയിം ആണ്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ആണ്. അപ്പോൾ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞ പോലെ റീസണിങ് ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ക്രിയേറ്റീവ് അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റീസ് എല്ലാം, അല്ലെങ്കിൽ അനലിറ്റിക്കൽ എബിലിറ്റി എല്ലാം ഒന്ന് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത്. മാത്സ് ഇസ് ഗുഡ്. ഇറ്റ് വിൽ ആക്ച്വലി ഷേപ്പ് യു. ആൻഡ് ഇറ്റ് ഇസ് ഫെൻറ്റാസ്റ്റിക് ടു ബി ഇൻ എ ഫെൻറ്റാസ്റ്റിക് കോളേജ്. നമ്മുടെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം വരും. അത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഇത് പറയാറുള്ളപ്പോഴും പലപ്പോഴും ഐ തോട്ട് സംബഡി ഹു ഹാസ് ഗോൺ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ് ബെറ്റർ ദാൻ എനിവൺ എൽസ് ഫ്രം എ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ. ദാറ്റ് വാസ് ദ റീസൺ ഓഫ് ഗെറ്റിംഗ് പവിത്ര ഇൻ. Any questions you can ask. One question that has come up is which specialization is the best for career growth now? I'm still doing MBA. I don't know a lot about, what would happen in the future and how the career would grow. The thing is, it's all about your interest. നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം എടുത്തിട്ട് അതിൽ കുറേ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഫൈനാൻസ് ഇറ്റ്സ് എ വെരി പ്രോമിസിങ്, ഇറ്റ് ഓഫേഴ്സ് എ വെരി പ്രോമിസിങ് കരിയർ. ബട്ട് നമുക്ക് ഫൈനാൻസ് ഇഷ്ടമില്ലെങ്കിൽ അത് കുറെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിൽ ബി ഫെഡ് അപ്പ്. സോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് എടുക്കുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. Yeah, perhaps I can take that question. അതിനകത്ത് ഇപ്പം നമ്മൾ നല്ലൊരു MBA കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എല്ലാം പഠിക്കും. നമ്മൾ മാർക്കറ്റിംഗും ഫിനാൻസും HR എല്ലാം നമ്മൾ പഠിക്കും. ഒരു പക്ഷെ നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനും എക്സ്പോഷർ കിട്ടുമ്പം സഡൻലി യു വിൽ ഫീൽ ലൈക്ക് യു ആർ ഇൻ ലവ് വിത്ത് വൺ പർട്ടിക്കുലർ ഏരിയ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ പ്ലേസ്മെന്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ കോളേജിൽ എത്ര കമ്പനീസ് ഏത് കൂടുതൽ വരുന്നു എന്നതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതിനോടൊരു പാഷൻ നമുക്കുണ്ട്, അതിനൊരു ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. നമുക്ക് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ക്ലാസ് നമുക്ക് മിസ് ചെയ്യാൻ താല്പര്യം കാണത്തില്ല. നമുക്ക് പൊതുവെ അതിന് റിലേറ്റഡ് ആയ ബുക്സ് വായിക്കാൻ നമുക്ക് തോന്നും. അതിലെ കേസ് സ്റ്റഡീസ് നമുക്ക് കണ്ടുപിടിച്ച് വായിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇതിനോട് എനിക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടെന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു ഡിസൈഡ്. ബട്ട് ദെൻ ഡോണ്ട് വറി. നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദർ ആർ മെനി എമേർജിംഗ് സ്ട്രീംസ് ഓൾസോ. നമുക്ക് ബിസിനസ് അനലിറ്റിക്സ് പഠിക്കാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, കോമ്പിനേഷൻ ചെയ്ത് പഠിക്കാം, ഡുവൽ സ്പെഷ്യലൈസേഷൻ, മെനി തിങ്സ് ആർ പോസിബിൾ. ബട്ട് ഐ തിങ്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം you don't have to worry much about specialization. In fact, I'm sure even Pavitra is also not worried. ആ കുട്ടി 6 മാസമായിട്ട് MBA ജോയിൻ ചെയ്തിട്ടും ആ കുട്ടിക്ക് തന്നെ ഇപ്പോഴും ഷീ ഈസ് ഓൾസോ നോട്ട് വെരി സ്പെസിഫിക് ഓൺ ദിസ് പർട്ടിക്കുലർ ഓപ്ഷൻ ഓർ ദിസ് പർട്ടിക്കുലർ സ്പെഷ്യലൈസേഷൻ. നോ. So it evolves over a period of time. So you're pretty young as of now, the student who has asked this question. So I think it is important to have a taste of everything, and then possibly depending on your interest, you should be able to figure it out. This is what of my career option that I would want to do. This is my specialization that I want to do. എന്നാണ് ഞാനിപ്പോൾ പറയാം. സോ യു ഹാവ് ടു ലെറ്റ് ഇറ്റ് ഫ്ലോട്ട് ആസ് ഓഫ് നൗ. I think I've taken enough of Pavitra's time. I promised her 30 minutes. It's almost now 1 hour.
And I and feel also you're not well. I'm also not well. So you're also not well. So I don't think. Yeah, I was not able to speak continuously. Oh, yeah, My throat is hurting. I understand. I understand. Any other questions? You can always connect with Pavitra. She is always there on LinkedIn. അല്ലേ Pavitra LinkedIn ഉണ്ടല്ലോ. Yes. I think all of you have to create a profiles in LinkedIn. If it is not there, it is really important. It's a very powerful networking tool. Whenever I go to all the colleges, I speak to all of them regarding LinkedIn. നമ്മൾ വെറുതെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നെറ്റ്വർക്ക് ചെയ്യണം. You add connections. You speak to people who are at IIMs, get information from them. So it is important that you get connected in LinkedIn. You can send you can connect with Pavitra also through LinkedIn, right? And if there are no more queries, I think we should stop. So many thanks to Pavitra for joining in and spending 1 hour with us, one valuable time with us. I'm sure we have been able to tell them about MBA, guide them regarding MBA, and very thankful to Vimala College for organizing, for being a co-host for this. We spoke to the department and we tried to get many people registered for this particular event. And many thanks to Vimala. And I actually noted what you told about Vimala College that has helped you to shape whatever the personality traits with regard to your MBA program. That is actually, I think, has laid a huge foundation for you, and that is fantastic. And hopefully, time has also been able to add some value, and both of us probably we can have more students joining IEMs, and I look forward. I think there was another student previous year, Jashina. Jashina got into IIM Nagpur before Pavitra, and possibly there might be more students joining this year. So thank you and good night. Wish you all the best. I'm sure all of you will do well in life. Thank you. Thanks a lot, Pavitra, for joining in. Thanks and from all of us at Time The Trishna. best, guys. Thank you, sir.